ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് കപ്പയും മത്തിയും ഇട്ടൊരു വെറൈറ്റി കറിയാണ്. നമ്മളെ കോഴിക്കോടൻ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെ നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പിയിൽ തന്നെ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മത്തിയാണ്. ഞാനിവിടെ 400 ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 2 മത്തിയാണ് എടുത്തത്. നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. അതെല്ലാം ഫിഷ് ഇഷ്ടമുള്ള പോലെയാണ് എടുക്കുക. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. വേവിക്കാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഉപ്പ് ആവശ്യത്തിനും വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള അതിലുള്ള വെള്ളം കുറച്ചെല്ലാം വറ്റി തുടങ്ങി. ഏകദേശം എല്ലാ വെള്ളവും വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കതിൻ്റെ മുള്ളെല്ലാം ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇറച്ചിയുള്ള ഭാഗം മാത്രം എടുത്തു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ ഒരു ഒതുക്ക് ചേർക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 4-5 കറിവേപ്പില, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അത് നല്ലോണം മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അരയണ്ട, കുറച്ചൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പം നമ്മുടെ കപ്പ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. ഞങ്ങളവിടെ ഇതിന് പൂള എന്നാണ് പറയൽ. അപ്പം നമ്മുടെ പൂള നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം. അതിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാം, നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള രൂപത്തിലല്ലേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. കാരണം ജസ്റ്റ് ഒന്ന് ആ തേങ്ങയുടെയും അതിൻ്റെ എല്ലൊരു ചെറിയൊരു പച്ചമണം മാറിക്കിട്ടാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അതിൽ കിടന്നിട്ട് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മത്തി കൂട്ടാത്തവരാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ സമയത്ത് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെജ് മാത്രം കഴിക്കുന്നവർക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മത്തിയിട്ട കപ്പക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.